പറയാൻ പോണത് നമ്മുടെ കുറേ ഫുഡ് വ്ളോഗർമാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും മുക്കിലും മൂലയിലുള്ള ഒരു ഏതെങ്കിലും ഹോട്ടലിൽ ചെല്ലുക, അവിടുന്ന് ഭക്ഷണം കഴിക്കുക, അത് ഗംഭീരമാണ്, അടിപൊളിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ ചെല്ലുക, അവിടുന്ന് ഭക്ഷണം കഴിക്കുക, ഈ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് കുറേ വീഡിയോസിലിടും. പാവം ജനങ്ങൾ ഇതെല്ലാം വിശ്വസിച്ച് അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ചതി മനസ്സിലാവുന്നത്. ഇത് ഓരോ ഫാമിലികളാണ് ഇപ്പോൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നേരം വെളുക്കുമ്പോൾ എന്തുണ്ടാവും? കാറിൽ ഭാര്യയും ഭർത്താവും കുട്ടീനും പിടിച്ച് കയറ്റും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഹോട്ടലിൽ ചെല്ലും, ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും, അവിടുന്ന് കാശും കിട്ടും. അതും കഴിച്ച് കഴിഞ്ഞിട്ട് തള്ളൽ തുടങ്ങും. ഇവിടുന്ന് കഴിച്ചോളൂ, ഇവിടുത്തെ മസാല ദോശ കഴിച്ചോളൂ, ഇവിടുത്തെ നെയ് റോസ്റ്റ് കഴിച്ചോളൂ, ഇവിടുത്തെ ഇഡ്ഡലി കണ്ട പൂ പോലെ, മറ്റതുപോലെ, മറിച്ചതുപോലെ എന്ന് പറഞ്ഞ് വീഡിയോ ഇടും. അത് കഴിഞ്ഞ് ഉച്ച ലഞ്ചിന് വേറെ ഹോട്ടലിൽ ചെല്ലും, അവിടെ നിന്നും കയറ്റും കുറേ. എന്നിട്ട് പറയും ഇവിടുത്തെ പുളിഞ്ചി ഗംഭീരമാണ്, ഇവിടുത്തെ ഇലയിലുള്ള ഊണ് ഗംഭീരമാണ്. അതങ്ങോട്ട് ആസ്വദിച്ചങ്ങോട്ട് കഴിക്കൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ എന്ത് നക്കലും തുടക്കലും ആസ്വദിക്കില്ല. ഇത് കണ്ട പാവങ്ങൾ അവിടെ പോയി ഊണ് കഴിക്കും. ഒരു ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളില്ല, നല്ല പൈസയും മേടിക്കും. അപ്പോൾ ഈ വ്ളോഗർമാർ അവിടെ നിന്നും കാശ് മേടിക്കും. അത് കഴിഞ്ഞ് എന്തുണ്ടാവും? ഡിന്നർ ഒരു ഹോട്ടലിൽ പോയിട്ട് നൂഡിൽസ്, ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ബട്ടർ ചിക്കൻ ഇതെല്ലാം നക്കി തിന്നും. അതും വ്ളോഗ് ചെയ്യും, അതും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിടും. ആ ഹോട്ടലിലെ പേരും കാണിക്കും. അവിടെ നിന്ന് നക്കി തിന്നാൻ കാശ് കിട്ടും. ഇതൊക്കെ കണ്ട് നമ്മൾ പാവങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ കാശും പോയി, ഒരു രുചിയും ഉണ്ടാവില്ല. അപ്പോൾ ഒരു വിശ്വാസത എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരോട്, ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്തെങ്കിലും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമോ? ഞാൻ ഇതുപോലെ വ്ളോഗൊക്കെ കണ്ടിട്ട് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. ഉദാഹരണം ഒരു ഹോട്ടൽ മാത്രം പറയാം. എന്നിരുന്നു തന്നെ വടക്കേ സ്റ്റാൻഡിൽ ഒരു ഹോട്ടലുണ്ട്. ഒരു ചെറിയൊരു വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. ഇത് ഫുഡ് വ്ളോഗർമാർ വന്നിട്ട് തള്ളി മറക്കല, 25 തരം സ്പെഷ്യൽ, മറ്റത് മറിച്ചത്, ഇതൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടെന്നേ, ശരിയാ. വൃത്തി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും. കടക്കണതിൻ്റെ മുമ്പിലാണ് കൈ കഴുകാനായിട്ടുള്ള വെച്ചൊരു ബക്കറ്റ് വെച്ചോണ്ട് വെള്ളത്തിൽ. ആ കൈ കഴുകണ എവിടെയാണ്? തൃശ്ശൂരിലെ സകല മാലിന്യങ്ങൾ ഒലിച്ചു വരുന്ന ആ കാനയിലേക്ക് നമ്മൾ കൈ കഴുകണത്. വെള്ളം അങ്ങോട്ട് ഇടുമ്പോൾ നമ്മുടെ മേത്തേക്ക് എറിയും. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാലോ വൃത്തി എന്ന് പറയുന്നത് 7 അകിലകത്തില്ല, ഛർദ്ദിക്കാൻ വരും. ഇതൊക്കെ ഇനി തള്ളി മറിക്കുന്നത്. അതുപോലെ ഓരോ ഹോട്ടലിലും നിങ്ങൾ ഈ ഫുഡ് വ്ളോഗർമാർ പറയുന്നത് കേട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കരുത്. നമ്മൾ ചതിക്കപ്പെടുകയെന്ന് മാത്രമല്ല, നമ്മുടെ ആരോഗ്യം വരെ അപകടത്തിലാവും. നമ്മൾക്ക് ഫുഡ് പോയ്സൺ വരും. അത്രയും വൃത്തിയില്ലാത്ത സ്ഥലത്തുനിന്ന് ഇവർ നക്കി തിന്നാൻ കാശും മേടിച്ച് നമ്മളെ പറ്റിക്കലാണ് പണി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് പോയി നിങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക. ഇത്രയും നമുക്കിത് പറയാം.